എൻ്റെ പേര് മേരി അൽഫോൺസ. ഞാൻ മുനമ്പം പള്ളിപ്പുറത്തു നിന്നാണ് വന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 നവംബർ 29 എനിക്ക് എൻ്റെ മോള് +1 പഠിക്കുന്ന സമയത്ത് +2 കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ ജർമ്മനിയിലുള്ളത് കാരണം +2 കഴിയുമ്പോൾ മോളെയും കൂടി നഴ്സിങ്ങിന് പഠിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ മോള് +1 എക്സാം കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഞങ്ങൾ പോയായിരുന്നു. ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, ഇങ്ങനെ മോൾക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ അമ്മയ്ക്കും കൂടി പോവാം, അതിനൊരു ചാൻസ് ഉണ്ട്, A1 മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനും മോളുടെ കൂടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി. അങ്ങനെ മോള് A1 കഴിഞ്ഞ് +2 പഠിക്കാൻ പോയി. ഞാൻ കണ്ടിന്യൂ ആയിട്ട് B1 വരെയും പോയി. അങ്ങനെ B1 കഴിയുമ്പോൾ ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് B2ൻ്റെ എക്സാമിന് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ B2ൻ്റെ ഇത് പഠിച്ച് 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. അത് പിന്നെ +2 കഴിഞ്ഞ ശേഷം എൻ്റെ മോള് A2 പഠിക്കാൻ പോയപ്പോൾ കുറച്ച് ദിവസം പോയപ്പോൾ മോള് പറഞ്ഞു, മമ്മി എനിക്ക് നഴ്സിങ്ങിന് പോകണ്ട, എനിക്ക് പോകണമെങ്കിൽ MBBSന് പോയാൽ മതി, എനിക്ക് അതാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. എന്താണെന്ന് വെച്ചാൽ MBBS പുറത്ത് പഠിക്കാൻ പോകണമെങ്കിൽ നല്ല ഒരു എമൗണ്ട് വേണം. ഇതൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ നിന്നാണ്, ചേട്ടൻ പണിയെടുത്തിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും, പൈസയുടെ ബുദ്ധിമുട്ടും അങ്ങനെയെല്ലാം ഇരിക്കുക. അപ്പോൾ എന്തോ ഞങ്ങളുടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത്, ആരോ പറഞ്ഞ മാതിരി മാതാവിന് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സമാധാനം, ആശ്വാസം. അതിനേക്ക് മുമ്പ് വരെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് എവിടുന്നോ ഒരു ധൈര്യം, എവിടുന്നോ ഒരു സമാധാനം. എൻ്റെ കണ്ണീരൊക്കെ എവിടെ പോയിന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിന് അവിടെ ടോക്കൺ എടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എക്സാമിന് സ്ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് ഇത് മാതാവിൻ്റെ ഇത് എടുക്കാൻ പറഞ്ഞു, ടോക്കൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു. എനിക്ക് മാതാവിൻ്റെ രൂപമാണ് കിട്ടിയത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് ഇതിൽ ഇടപെട്ട് തുടങ്ങിയത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു മാതാവിൻ്റെ ആ ലോക്കറ്റ് കിട്ടിയപ്പോൾ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി. അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ ഞാൻ റൈറ്റിംഗ് എഴുതാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് ഞാൻ എല്ലായിടത്തും വിതറി. ഞാൻ ഇരിക്കുന്നിടത്തും പേനയിൽ എല്ലായിടത്തും മാതാവിൻ്റെ ഉപ്പ് ഞാൻ വിതറി. ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ ഞാൻ ധരിച്ചിരുന്നു. അങ്ങനെ ഞാൻ നല്ലോണം തന്നെ എക്സാം എഴുതി. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. അങ്ങനെ B2ൻ്റെ റൈറ്റിങ്ങിന് റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി. 100-ൽ 87 മാർക്ക് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു. എല്ലാവർക്കും അറിയുന്ന പോലെ പിള്ളേർ ഇവിടെ വന്ന് സാക്ഷ്യം പറയണേക്കാൾ ഞാൻ 5 പ്രാവശ്യം സ്പീക്കിങ്ങിന് പോയി, എനിക്ക് കിട്ടിയില്ല. 6 പ്രാവശ്യം പോയി കിട്ടിയില്ല എന്ന്. പക്ഷേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ സ്പീക്കിങ്ങിന് പോയപ്പോൾ മാതാവിൻ്റെ ഇതേപോലെ തന്നെ ലോക്കറ്റും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എല്ലായിടത്തും വിതറി. ആ എക്സാമിനറിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നിടത്തൊക്കെ മാതാവിൻ്റെ ഉപ്പ് ഞാൻ വിതറി പ്രാർത്ഥിച്ചു. മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണമേ, എനിക്ക് ഏത് ടോപ്പിക്കാണ് വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒന്നാമത്തെ ഞാൻ B2 പോയിട്ടില്ല, ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സും പോയിട്ടില്ല. ഞാൻ B1 കഴിഞ്ഞ് വീട്ടിൽ തന്നെ സ്വയമായിട്ടിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു തേമ കിട്ടി. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എവിടെ നിന്ന് ആ ധൈര്യം വന്നെന്ന് അറിയില്ല. എൻ്റെ പേടി അവിടെ എല്ലാം പോയി. എൻ്റെ പേടി തന്നെ ഇല്ല. എനിക്ക് എന്തോ ജർമ്മൻ ഭാഷയിൽ ഞാൻ വലിയ പുള്ളി പോലെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ തേമ മൊത്തം പറഞ്ഞു. എക്സാമിനർ എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ പാർട്ട്ണർ ചോദ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഞാനും ചോദ്യം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ റിസൾട്ട് വന്നു. അങ്ങനെ മോളാണ് റിസൾട്ട് നോക്കി പറഞ്ഞ, മമ്മിക്ക് 66 മാർക്കുണ്ടെന്ന്. ഞാൻ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താണെന്ന് വെച്ചാൽ
പിള്ളേർക്ക് വരും 6 പ്രാവശ്യം 7 പ്രാവശ്യം എഴുതി. എനിക്ക് ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ B2 അങ്ങനെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ B2 പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഏജൻസിമാർ പറഞ്ഞു, ഇപ്പോൾ മോള് MBBSന് പോയല്ലോ, അപ്പോൾ ഇത് ഭയങ്കര പാടാണ്. ഒന്നാമത്തെ 22 വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക്. ഹസ്ബൻഡിന് അമ്മ വയ്യാതെ കിടക്കാനുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഹയർ സ്റ്റഡീസിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീടായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും റിജക്ഷൻ ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു സങ്കടമൊക്കെ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാനിപ്പോൾ ഇത് 5ാമത്തെ ഉടമ്പടിയാണ് എടുത്തേക്കണത്. ഇവിടെ ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു. ഇവിടെ അച്ഛനെ വന്ന് ഞാൻ കണ്ടു. അച്ഛനെ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് 99 ദിവസം എന്ന് എന്നോട് പറഞ്ഞു. ആ 99 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായി. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ ഉടൻ തന്നെ ഉണ്ടാവും, റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് ഏജൻസി പറഞ്ഞു, മേരി അൽഫോൻസയ്ക്ക് ഇച്ചിരി ടഫായിരിക്കും, നല്ലോണം എവിടെയെങ്കിലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് പോയിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങും പോയില്ല. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ ഉടമ്പടി എടുത്തേക്കണതില്ല, പിന്നെ ഞാൻ എന്തിനാ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് പോണത്, ഞാൻ മാതാവ് കൂടെ ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഉച്ച സമയത്ത് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെയും മാതാവിൻ്റെ ഉപ്പ് വിതറി കാശിരൂപ എൻ്റെ കയ്യിൽ മുറുക്കിയെ പിടിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യണോ. എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒന്നാമത്തെ ഫ്ലൂവൻ്റായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, മാതാവ് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിൽ സമയത്ത് സാറ് അങ്ങനെ വന്നപ്പോൾ ലൈറ്റ് നീല ഷെയ്ഡുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കൃപാസനത്തിലെ ഫോട്ടോയിൽ കാണാൻ പറ്റും. തെങ്ങും തോപ്പും കടൽ തീരമാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഓർത്തു, ഇതെന്താണ് സാറ് നാട്ടിൽ വന്നു, ഇതെന്താണ് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യം ജർമ്മനിൽ നല്ല പറഞ്ഞ്. അപ്പോൾ ആദ്യം എനിക്ക് ഇച്ചിരി നല്ല ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ സഹായിക്കണമേ, സാറ് പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ എനിക്ക് സാറ് എന്നോടാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തത്. ഞാൻ സാറ് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ നല്ലോണം എനിക്ക് പറയാൻ പറ്റി. സാറ് പറഞ്ഞതൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ശരിക്കും നേഴ്സിങ്ങിന് പോകണമെങ്കിൽ 2 ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. സാറ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വേണ്ട, ഞാൻ നോക്കട്ടെ, കോൺട്രാക്റ്റ് കിട്ടുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾക്ക് സാറ് മെസ്സേജ് വിട്ടു, നിങ്ങൾക്ക് കോൺട്രാക്റ്റ് കിട്ടി, നിങ്ങൾ വേഗം തന്നെ VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. ബാംഗ്ലൂരിലാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ പോയി. അവിടെയും ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് മാതാവിൻ്റെ ഉപ്പൊക്കെ അവിടെ വിതറി. അതിൻ്റെ അകത്ത് ചെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഇതെല്ലാം എനിക്ക് പരിചയമില്ലാത്തതാണ്. അതിൻ്റെ അകത്ത് ചെന്ന് സാധാരണ അവർ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർ റിജക്ഷൻ തരും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഒന്നും തന്നെ ചോദിച്ചില്ല. അവരെൻ്റെ എല്ലാ പേപ്പറും മേടിച്ച് വെച്ച് അവരൊന്നും തന്നെ എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നു. ഞങ്ങൾ 4 പേരാണ് പോയത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ ഡിസ്പാച്ച്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വന്നല്ല എന്നോർത്ത്. അങ്ങനെ പിന്നെ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ ഓഫീസിൽ പോയി. അവിടെയും ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിതറി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മാതാവിനെ മുറുക്കെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ഇനി എനിക്കൊരു അവസരം കിട്ടൂല, ഇനി പഠിക്കാനുള്ള അവസരം, എൻ്റെ ഏജും കഴിഞ്ഞു, ഈ 40ാമത്തെ വയസ്സായല്ലോ, ഇനി അവസരം എനിക്ക് കിട്ടില്ല മാതാവ്, ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വിസ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ ഹസ്ബൻഡും കൊണ്ട് തുറന്നു നോക്കാൻ പറഞ്ഞു. അവിടെയും ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് വിസ അടിച്ചു വന്നു. സെപ്റ്റംബർ 1-ാം തീയതി എനിക്ക് കയറി പോവാം. അങ്ങനെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാതാവിന് ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ കയറിപ്പോവും. ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും അനുഗ്രഹം ഉറപ്പാണ്. ഇച്ചിരി വൈകിയാലും അമ്മ മാതാവ് നമ്മുടെ കണ്ണീര് ഒപ്പാൻ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മ ഇന്നാൾ വരെ ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്ത് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ സാമ്പത്തികമായിട്ടും മകളുടെ പഠനത്തിന് MBBSൻ്റെ ഉള്ള സാമ്പത്തികവും എല്ലാം തന്നെ മാതാവ് നല്ല ഭംഗിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. എല്ലാം മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ കൃപാസനത്തെ പത്രം ഒരു മടിയും കൂടാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഞാൻ അവർക്ക് അനുഗ്രഹമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും. എല്ലാ കാര്യവും ശരിയാവും, എൻ്റെ കാര്യമൊക്കെ ഞാൻ പറയും. അങ്ങനെ ഹിന്ദുക്കളും എന്നില്ല, മുസ്ലിം എന്നില്ല, എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ചേട്ടൻ ഇപ്പം എൻ്റെ വരുമാനം ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് പകരമായിട്ട് ചേട്ടൻ ക്യാൻസർ രോഗികൾക്കായാലും ആരെല്ലാം സഹായം ചോദിച്ച് വന്നോ അവർക്കെല്ലാം ഞങ്ങൾക്ക് പറ്റണമാറി ഞങ്ങളും കൊണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അമ്മമാർ, ഞങ്ങളുടെ അടുത്തുള്ള അമ്മമാർ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ ചെയ്തു കൊടുക്കാണ്ട്. ഞാൻ ദിവസം പള്ളിയിൽ പോണ ആളാണ്, പക്ഷേ എനിക്കിപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തോ അസ്വസ്ഥയാണ്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കേൾക്കും. ആ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഊർജ്ജമാണ്. ഞാൻ പോണ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അച്ഛന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. മാതാവ് ചെയ്തെന്ന എല്ലാ കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബവും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മേരി അൽഫോൻസ പള്ളിപ്പുറം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. +2 കഴിഞ്ഞ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള ജർമ്മനിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരത്തിനിടയിലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കുമാണ് അമ്മയ്ക്ക് കൂടി ജർമ്മൻ പഠിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇവരറിയുകയും അതിനെക്കുറിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജീവിതം കൊണ്ട് തന്നെ പല വിധത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും അത് ഉടമ്പടിയെടുത്ത് ജീവിക്കാമെന്നും അവിടെ പരിശുദ്ധമ പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകുമെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ഉടമ്പടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഉടമ്പടി എടുത്തുകൊണ്ടാണെങ്കിലും ജ്വരം പഠിച്ചുകൊണ്ടാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് 22 വർഷത്തെ ഗ്യാപ്പുകളൊക്കെ ഉള്ളത് കൊണ്ടും, പക്ഷെ എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നിരവധി സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അനുഗ്രഹങ്ങളായിട്ട് ഈ അമ്മയ്ക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. കാരണം തനിക്ക് ആദ്യത്തെ എക്സാം പാസ്സാകുമ്പോഴത്തേക്കുമാണെങ്കിലും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിരവധിയായ കുട്ടികളുടെ സ്പീക്കിങ്ങിൽ അത് പലതവണ ആവർത്തിക്കേണ്ട അവസ്ഥകൾ വരുമ്പോഴും ആ ഒരു ടെൻഷനോടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ അത് പൂർണ്ണമായിട്ടും പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്ത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും തുടർന്നാണെങ്കിലും എല്ലാവിധമായ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് ഉടമ്പടി ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ജീവൻ തന്നെയാണ്. കാരണം ഇത്രയും ഇയർ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും തടസ്സങ്ങളാണെങ്കിലും പക്ഷെ അതെല്ലാം യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും കൂടാതെ കണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിനും ഈ അമ്മയ്ക്കും പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം നൽകിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമ്മുടെ വാക്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോഴത്തേക്കുമാണെങ്കിലും ഇൻ്റർവ്യൂ വന്ന ആളിലൂടെ ആണെങ്കിലും പരിശുദ്ധ അമ്മ ചേർന്നുള്ള അടയാളങ്ങൾ കാണുവാനും അത് കൂടുതൽ ധൈര്യം ലഭിക്കുവാനും അതോടൊപ്പം തന്നെയാണെങ്കിലും നല്ല കോൺഫിഡൻസോടുകൂടി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാകാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സാക്ഷികളായിട്ട് ഇനിയും ഈ കുടുംബത്തെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിരവധിയായ ആവശ്യങ്ങളും നിയോഗങ്ങളുമായിട്ട് ആൾക്കാർക്ക് മുമ്പിലായിരിക്കും നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.